ഹലോ ഗൈസ്, അപ്പോൾ ജൂലൈയിൽ കുറച്ച് പുതിയ സ്മാർട്ട് ഫോൺസിൻ്റെ ഒരു പെരുമഴ ഒക്കെ വരാൻ പോവുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂലൈയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ജൂലൈയിലെ അപ്കമിങ് സ്മാർട്ട് ഫോൺസിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡത്തെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളിലൊക്കെ ആക്കി ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഫാൻസിനുള്ളതാണ്. സാംസങ് ഗാലക്സി M35 5G, നമ്മുടെ M34 5Gയിലെ അടുത്ത വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ 120Hz ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രോസസർ വന്നിട്ട് എക്സിനോസിൻ്റെ 1380 ആയിരിക്കും. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ OIS ക്യാമറ, 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലായിരിക്കും ബാക്കി അറേഞ്ച്മെന്റ്. 6000 mAh ബാറ്ററിയാണ്, 25 വാട്ട്സിൻ്റെ ചാർജിങ് ആയിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് വന്നിട്ട് ജൂലൈ ലാസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും. പ്രൈസ് അറൗണ്ട് 20Kയിലായിരിക്കും. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ G85. സ്പെസിഫിക്കേഷൻസിലേക്ക് പോകുമ്പോൾ 120Hz POLED ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. പ്രോസസർ വന്നിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 6S Gen 3 ആയിരിക്കും. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ, 5000 mAh ബാറ്ററിയും 33 വാട്ട്സിൻ്റെ ചാർജിങ്ങും ആയിരിക്കും. ഇതിൻ്റെ ലോഞ്ചും ജൂലൈ ലാസ്റ്റ് വീക്ക് ആയിരിക്കും. ഇതിൻ്റെ പ്രൈസും അറൗണ്ട് 20Kയിലാണ്. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരുപാട് കാത്തിരിക്കുന്നതായിരിക്കും. CMF ഫോൺ 1 ആണ്. അപ്പോൾ ഇത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. നമ്മുടെ ഷോമിയുടെ പോക്കോയും വിവോയുടെ ഐക്യൂവും പോലെ. സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ 120Hz OLED ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. പ്രോസസറിലേക്ക് വരുമ്പോൾ മീഡിയാടെക്കിൻ്റെ Dimensity 7300 ആയിരിക്കും. 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ, 5000 mAh ബാറ്ററി. ഇതിൻ്റെ ലോഞ്ച് 8th ജൂലൈയിലാണ്, അത് കൺഫേംഡ് ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു വെറൈറ്റി ഉള്ള സ്മാർട്ട് ഫോണാണ്. ബാക്കിൽ നമ്മുടെ മറ്റേ ഈ റേഡിയോയിലൊക്കെ കാണുമ്പോഴത്തെ ആ ഒരു ഡയലില്ലേ അതൊക്കെ, പിന്നെ ഒരു സ്ക്രൂ ഒക്കെ ബാക്കിലുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഒരു വെറൈറ്റി സ്മാർട്ട് ഫോണാണ്. പ്രൈസ് വന്നിട്ട് അറൗണ്ട് 20Kയിലായിരിക്കും. പിന്നെ നമ്മുടെ പ്രീമിയം ലെവലിലോട്ടുള്ള സാംസങ് ഗാലക്സി Z Flip 6ഉം Z Fold 6ഉം ഒക്കെ വരും. അതിൽ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. നമ്മുടെ പ്രോസസർ വന്നിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആയിരിക്കും. പിന്നെ ഗാലക്സി AI അതൊക്കെ തന്നെ. ലോഞ്ച് വന്നിട്ട് 10th ജൂലൈയിലാണ്, കൺഫേംഡ് ആണ്. പിന്നെ പ്രൈസ് അറിയാമല്ലോ, നല്ല പോക്കറ്റ് കയറുന്ന പ്രൈസ് ആയിരിക്കും. അടുത്ത സ്മാർട്ട് ഫോൺ നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ സാംസങ് ഗാലക്സി S24 FE ആണ്, ഫാൻസ് എഡിഷൻ. അപ്പോൾ സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ 120Hz AMOLED ഡിസ്പ്ലേ ആയിരിക്കും. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 എക്സിനോസ് 2400 ആയിരിക്കും. അതൊരു ഫോൺ ഇപ്പോൾ ഇറക്കിയപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഇന്ത്യയിൽ എക്സിനോസ് 2400 ആണ് വന്നത്. വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 കൊടുത്തായിരുന്നു. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും. ലോഞ്ച് വന്നിട്ട് എൻഡ് ഓഫ് ദ ജൂലൈയിലായിരിക്കും. പ്രൈസ് അറൗണ്ട് 60Kയിലൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ മോട്ടോയുടെ തന്നെ മോട്ടോ റേസർ 50 സീരീസും വരാൻ പോവുകയാണ്. അതിൽ റേസർ 50യും 50 അൾട്രയും അങ്ങനെ 2 സ്മാർട്ട് ഫോൺസാണ് മോട്ടോ ഫ്ലിപ്പ് ചെയ്ത് ഇറക്കാൻ പോകുന്നത്. മോട്ടോയുടെ ഫ്ലിപ്പ് ഫോൺ സൈറ്റ് ഇറങ്ങാൻ പോകുന്നത്. 50ലേക്ക് വരുമ്പോൾ പ്രോസസർ വന്നിട്ട് മീഡിയാടെക് Dimensity 7300 ആയിരിക്കും. 50 അൾട്രയിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആയിരിക്കും. പ്രൈസ് വന്നിട്ട് എബവ് 50K ആയിരിക്കും. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഹോണറിൻ്റെതാണ്, ഹോണർ 200. സ്പെസിഫിക്കേഷൻസിലേക്ക് പോകുമ്പോൾ 120Hz 1.5K OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 6S Gen 3 ആണ് പ്രോസസർ. 50 മെഗാ പിക്സലിൻ്റെ OIS ക്യാമറ, സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതിനകത്ത് 2 ക്യാമറ ആണ്. ഒന്ന് 50 മെഗാ പിക്സൽ, 2 മെഗാ പിക്സലിൻ്റെ കണ്ട ഒരു ഡെപ്തും ആണ് വരുന്നത്. നമ്മുടെ Xiaomi 14CV ഇല്ലേ അതുപോലെ. 5200 mAh ബാറ്ററിയാണ് വരുന്നത്. 1000 വാട്ട്സിൻ്റെ ചാർജിങ് ആയിരിക്കും. ലോഞ്ച് വന്നിട്ട് നമ്മുടെ ജൂലൈയുടെ ലാസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും. പ്രൈസ് വന്നിട്ട് എബവ് 50Kയിലായിരിക്കും. പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ വിവോയുടെ ഒരു സ്മാർട്ട് ഫോണാണ്, വിവോ V40 സീരീസ്. അതായത് നമ്മൾ വിവോ V30 കണ്ടല്ലോ, ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആയിരുന്നു. സോ അതിൻ്റെ അടുത്ത ആളായ വിവോ V40 സീരീസ് ഈ ജൂലൈയിൽ വരും. സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ 120Hz 1.5K AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും. മീഡിയാടെക് Dimensity 9200 ആയിരിക്കും. 50 മെഗാ പിക്സലിൻ്റെ OIS ക്യാമറ, 5500 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ലോഞ്ച് വന്നിട്ട് മിഡ് ഓഫ് ജൂലൈയിലായിരിക്കും. പ്രൈസ് 30K to 40K ആവാനാണ് സാധ്യത. പിന്നെ നമ്മുടെ റിയൽമിയുടെ 13 സീരീസും വരും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെ Nord 4 ആണ് വരാൻ പോകുന്നത്. 120Hz 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 7+ Gen 3 ആയിരിക്കും പ്രോസസർ വന്നിട്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 5500 mAh ബാറ്ററിയും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് വന്നിട്ടും ഏകദേശം മിഡ് ജൂലൈയിലായിരിക്കും. ഇനി പ്രൈസ് വന്നിട്ട് അറൗണ്ട് 30Kയിലൊക്കെ ആയിരിക്കും. അടുത്ത സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത് ഓപ്പോയുടേതാണ്, ഓപ്പോ Reno 12 സീരീസ്. 120Hz ഫുൾ HD പ്ലസ് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 7300 ആയിരിക്കും പ്രോസസർ വന്നിട്ട്. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, 5000 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജിങ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് വന്നിട്ട് മിഡ് ഓഫ് ജൂലൈയിലായിരിക്കും. പ്രൈസ് അബൌട്ട് 30K to 40K ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ജൂലൈയിലെ അപ്കമിങ് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഫോൺ ഇറങ്ങിയിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.